Hello dear students, welcome back. ബിയോണ്ട് ദ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞ സീരീസിലേക്ക് വെൽക്കം. നമ്മൾ ഇവിടെ ചെയ്യണത്, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ സ്കൂളിലോ ട്യൂഷനിലോ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലോ ഒക്കെ ഇരുന്ന് ചാപ്റ്റർ കേട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ കോണ്ടന്റുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ റേ ഓപ്റ്റിക്സ് എന്നാണ്. ഞാൻ തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ഓഫ്ലൈൻ സെൻറ്ററുകളിൽ ഈ ചാപ്റ്റർ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ആ ക്ലാസ്സിൽ ചെയ്ത പല ചോദ്യങ്ങളും പിന്നീട് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ലൈബ്രറി പോലെ, ക്വസ്റ്റ്യൻ ലൈബ്രറി പോലെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെഡി? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് 50 ഡിഗ്രി ഓൺ ദ മിഡിൽ ഓഫ് വൺ ഓഫ് ദ ടു മിറർ അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ബിറ്റ്വീൻ ദം. നോക്കൂ, ഒരു കാര്യം കൂടി ഇടയിൽ പറയട്ടെ. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ തിയറി നിങ്ങൾ ക്ലാസ് റൂമിൽ കേട്ടിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് ക്ലാസ് കേട്ട കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ഇതിൻ്റെ വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. സമയത്തിനനുസരിച്ച് നമ്മൾ ഈ ചാനലിൽ റെക്കോർഡിങ്സും അതുപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ആയിട്ട് പ്ലസ് എല്ലാ ഫിസിക്സ് ചാപ്റ്ററുകളിലൂടെയും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാകും. ഭാവിയിൽ അത് കുറച്ചുകൂടിയും വലുതാക്കണമെന്നും എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് അറ്റ് 50 ഡിഗ്രി ഓൺ ദ മിഡിൽ ഓഫ് വൺ ഓഫ് ദ ടു മിറർ അറേഞ്ച്ഡ് വിത്ത് ആൻ ആംഗിൾ 60 ഡിഗ്രി ബിറ്റ്വീൻ ദം. രണ്ട് മിററുകൾക്കിടയിൽ 60 ഡിഗ്രിയാണുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. The ray then touches the second mirror, get reflected back to the first mirror. Okay, വന്ന റേ ഫസ്റ്റ് മിററിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്തു, മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താ ചോദ്യം? ഒരു ലൈറ്റ് റേ വന്നു. ആ ലൈറ്റ് റേ ഫസ്റ്റത്തെ മിറർ, ഇതാണ് ഒരു മിറർ, യെസ്, ഇതാണ് രണ്ടാമത്തെ മിറർ. ഓക്കെ, ഈ രണ്ട് മിററും തമ്മിൽ എത്ര ഡിഗ്രിയാണുള്ളതെന്നാണ് പറഞ്ഞത്? ഇവർ തമ്മിലുള്ള ആംഗിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 60. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ പറയാണ് ഇയാൾ നേരെ ഇങ്ങോട്ട് വന്നു. ഉറപ്പായിട്ടും ഉള്ളിലോട്ട് എത്രയാണോ വന്ന ആംഗിൾ അതേ ആംഗിൾ തന്നെ അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പിന്നെ ഇവിടുത്തെ നോർമലുമായിട്ട് അയാൾ എന്ത് ചെയ്തു? then the ray touches the second mirror. സെക്കൻഡ് മിററിൽ ടച്ച് ചെയ്തു. ഓക്കെയാണ്. എന്നിട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ ഫസ്റ്റ് മിറർ. തിരിച്ച് ഇയാൾ ഫസ്റ്റ് മിററിലേക്ക് തന്നെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ പോരാ, ഒന്നുകൂടി ഫിഗർ കുറച്ച് വലുതാക്കണം. കാരണം ആ ഫസ്റ്റ് മിററിലേക്ക് തന്നെ വന്ന് തട്ടാനുള്ളതാ അയാൾക്ക് അല്ലേ? ഫസ്റ്റ് മിററിലേക്ക് തന്നെ വന്ന് തട്ടാനുള്ളതാ. അപ്പോൾ ഒന്ന് നോക്കിക്കോ നിങ്ങൾ, ഇയാൾ ഇവിടുന്ന് പോയ ഇയാൾ നേരെ വന്ന് ഇവിടെ തട്ടി, മനസ്സിലായോ? ഫസ്റ്റ് മിററിൽ തന്നെ തട്ടി. അപ്പം അയാൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്നാണ് ചോദ്യം. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ശരിക്കും ഇപ്പം NCERT ആ രൂപത്തിലില്ലെങ്കിലും റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ റിഫ്ലക്ഷൻ്റെ ബേസിക് ഐഡിയ മതി. റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് വരാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഏത് പരീക്ഷയ്ക്കും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഒരു ബിയോണ്ട് ദ ലെക്ചേഴ്സിൽ നമ്മൾ ആ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നോക്കൂ നിങ്ങളെ, വന്ന ആംഗിൾ 50 ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ പോണ ആംഗിളും 50 ആയിരിക്കുമല്ലോ. യെസ്, അത് 50 ആണെങ്കിൽ നോക്കൂ, ഇത് 90 അല്ലേ? അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ എത്ര കിട്ടുക? 90ന്ന് 50 പോയ 40. സോ ദിസ് ഈസ് 40. അത് 40 ആണ്. ഞാൻ ചോദിക്കട്ടെ, അത് 40 ആണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 വരണ്ടേ? അപ്പോൾ 60യും 40യും 100. അപ്പോൾ ഇയാൾ ആര് വരും? 100 ആണെങ്കിൽ ഇയാൾ 80 വരും അല്ലേ? ഓക്കെ, അയാൾ 80 വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ നോർമൽ 90 ആണ്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് 10 ആയിരിക്കും. മൊത്തം 90 ആവണമെങ്കിൽ ഇത് 10 ആവണം. അത് 10 ആണെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന റേ ആണത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആവണം. അപ്പോൾ അത് 10 ആണ്. അപ്പോൾ ഇയാൾ നമുക്ക് കിട്ടി. റെഡി അല്ലേ? 20 ആണ് ഈ ടോട്ടൽ ആംഗിൾ. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. ഞാൻ ഇതിനെ എവിടെ കണ്ടിങ്ങനെ കളിക്കണേ അല്ലേ? എനിക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് നമുക്കറിയാം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് 80യും ഇത് 20യും. അപ്പോൾ എത്രയാ? 100. ഇതെത്രയാ? 60. 160. അപ്പം ഇതെത്രയാ? 20. മനസ്സിലായി? കാരണം ഈ മൊത്തം ഈ വലിയ ട്രയാങ്കിളിൽ ടോട്ടൽ 180 വന്നേ പറ്റൂ. ടോട്ടൽ 180 ആ വലിയ ട്രയാങ്കിൾ വരണമെങ്കിൽ ഇത് 60 ആണ്, ഇത് 100 ആണ്. അപ്പോൾ ഇത് 20 വന്നേ പറ്റൂ, എന്നാലേ 180 വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതാരാ? 90യാ. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത് എത്ര വരണം? 90 സോറി, ഇത് മൊത്തം 90 ആണ്. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇത് എത്ര വരണം? 70, എന്നാലേ 90 ആവുള്ളൂ. സോ
സെക്കൻഡ് മിററിലേക്ക് ആ റേ വന്ന് പതിക്കുന്ന ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നും നോക്കാനില്ല, 70 ആണ്. റിഫ്ലക്ട് ചെയ്യുന്നതും 70 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ലിംഗ്വിസ്റ്റിക് സ്കില്ല് നമുക്ക് വേണം, ആ ലാംഗ്വേജ് മനസ്സിലാവണം. ഫസ്റ്റ് മിററിൽ തട്ടി രണ്ടാമത്തെ മിററിലേക്ക് വന്ന് തട്ടുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദ്യം. ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യന്റെ പിന്നിൽ ഒരു ജോമെട്രി ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് റേ ഒപ്റ്റിക്സ്, ദിസ് ഈസ് ജോമെട്രിക് ഒപ്റ്റിക്സ്. അല്ലേ? ഈ ചാപ്റ്ററിന്റെ പേര് റേ ഒപ്റ്റിക്സ് എന്നല്ല, ശരിക്കും ജോമെട്രിക് ഒപ്റ്റിക്സ് എന്നാണ്. ഏത് ചോദ്യത്തിന്റെ പിന്നിലും ഒരു ഇക്വേഷൻ അല്ല നമ്മളെ കാത്തിരിക്കുന്നത് അതിന്റെ ജോമെട്രിയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 2 പ്ലെയിൻ മിറർ ഉണ്ട്, അവരെ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് 70 ഡിഗ്രിയിലാണ്. പ്ലെയിൻ മിറർ എന്നല്ല ഈ ക്വസ്റ്റ്യൻ ഒന്നും. പ്ലെയിൻ മിറർ അവിടെ വെറുതെ വെച്ചൊരു സാധനമാണെന്നേ ഉള്ളൂ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് റിഫ്ലക്ഷൻ ഒക്കെ പഠിക്കാണ്ടല്ലോ, അതറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം അല്ലേ? അവർ തമ്മിലുള്ള ആംഗിൾ 70 ആണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എ റേ ഇൻസിഡന്റ് ഓൺ വൺ മിറർ അറ്റ് ആൻ ആംഗിൾ തീറ്റ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓൺ സെക്കൻഡ് മിറർ ആൻഡ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ഫ്രം ദ പാരലൽ ടു ദ ഫസ്റ്റ് മിറർ. ഓ, ക്വസ്റ്റ്യൻ ഒന്ന് സമാധാനത്തോടെ പോസ് ചെയ്ത് നിങ്ങൾ വായിക്കാട്ടോ. ആ റേ വന്ന് വീണത് ഫസ്റ്റ് മിററിൽ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റയിലാണ്. ഓക്കെ, എന്നിട്ട് അയാൾ സെക്കൻഡ് മിററിലേക്ക് വന്നു. അതും സ്വാഭാവികം, സെക്കൻഡ് മിററിലേക്ക് വരുമല്ലോ. അവിടുന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ സെക്കൻഡ് മിററിലോട്ട് വരുമല്ലോ. ഇത് സെക്കൻഡ് മിററിന്റെ നോർമലാണ്. ഇനി അയാൾ പോകുന്നത് ആ രസം. ഇനി അയാൾ പോകുന്നത് ഫസ്റ്റ് മിററിന് പാരലൽ ആയിക്കൊണ്ടാണ്. ഇതെങ്ങനെ കണ്ടോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് മിറർ. പാരലൽ ടു ഫസ്റ്റ് മിററിലാണ് അയാൾ റിഫ്ലക്ട് ചെയ്തത് സെക്കൻഡ് മിററിൽ നിന്ന്. അപ്പൊ സെക്കൻഡ് മിററിൽ നിന്ന് അതാ പോകുന്ന അയാള്. അപ്പൊ വരുന്ന ആളെ കാണൂ, തട്ടിത്തെറിച്ചു പോയ ആളെ കാണൂ, അയാൾ വീണ്ടും തട്ടിത്തെറിച്ചു പോകുന്ന വഴി കാണൂ. ആ വഴി, ഈ റേ ഫസ്റ്റ് മിററിന് പാരലൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എന്താ ചോദ്യം? എന്നിട്ട് തീറ്റ എന്താണെന്ന്. ഓ, ആദ്യം വന്ന ഈ തീറ്റയില്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഫസ്റ്റ് മിററിലേക്ക് വന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ, അത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ 2 ലൈൻസ് പാരലൽ ലൈൻസ് അല്ലേ? അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും. റെഡി? സോ ദിസ് ഈസ് 70. എടോ, ഇത് 70 ആണെങ്കിൽ ഇത് 90 ആവാൻ ഇത് 20 ആവണ്ടേ? 90 ആവാൻ ഇത് 20 ആവണ്ടേ? റെഡി. അത് 20 ആണെങ്കിൽ ഇതും 20 ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിമാ, രണ്ടും 20 കിട്ടും. അത് 20 ആണെങ്കിൽ ഇതാരാ? ഇത് 70 ആവണം, കാരണം എന്നാലേ ഇത് 90 ആവൂ. ഇത് 70യും ഇത് 70യും ആണെങ്കിൽ 140. അപ്പോൾ 180 ആവാൻ ഇത് 40 ആവണം. അത് 40 ആവണമെങ്കിൽ ഇത് 90 ആവാൻ ഇതാരാവണം? അത് 50 ആവണം. അത് 50 ആണെങ്കിൽ വന്നതും 50 ആയിരിക്കും. റെഡി അല്ലേ? ഞാൻ വീഡിയോ ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എന്നാലും ഒന്നുകൂടി പറയാം. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നത് ഈ 70 മാത്രമാണ്. ഈ 70 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇത് 70 ആണ്, അപ്പോൾ ഉറപ്പായിട്ട് ഇത് 70 ആണ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ആ കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ ആകെ അറിയേണ്ടത്. ഇത് 70. അപ്പോൾ ഇത് 20, അപ്പോൾ ഇത് 20, അത് 20 ആണെങ്കിൽ ഇത് 70, അപ്പോൾ ഇത് 40, അപ്പോൾ ഇത് 50. അത് 50 ആണെങ്കിൽ ഇതും 50. ദാറ്റ് ഈസ് ദി ആൻസർ. സോ 50 ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ റിഫ്ലക്ഷൻ്റെ ഐഡിയ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ, അല്ലാണ്ട് ഭയങ്കര വേറെ കോൺസെപ്റ്റുകളൊന്നുമല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്ലെയിൻ മിറർ കെപ്റ്റ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസിനോട് പാരലലായി ഒരു പ്ലെയിൻ മിറർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എ പോയിന്റ് ഒബ്ജക്റ്റ് ഈസ് അപ്രോച്ചിങ് ദ മിറർ വിത്ത് വെലോസിറ്റി 10 i cap പ്ലസ് 10 j cap. അയാളുടെ വെലോസിറ്റി അപ്പം ഇങ്ങനെയോ അല്ല, പകരം അതിന്റെ റിസൾട്ടന്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് അയാൾ വരുന്നത്. വൈ ആക്സിസ് തന്നെ ഇതാണല്ലോ, അതിനോട് പാരലായി വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചു തന്നെയാണ്. സാധാരണ നമ്മൾ മിറർ വെക്കുന്ന പോലെ തന്നെ വെച്ചു, അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. The magnitude of relative velocity of objective with respect to image is equal to. എന്താ ചോദ്യം? വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റ് എന്നായിരിക്കും, ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇമേജ്. അപ്പൊ VOI ആണ്, VO മൈനസ് VI ആണ് ചെയ്യേണ്ടത്. വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഇമേജ്. എന്താ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്? അതാർക്കും സംശയമില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 10 i cap പ്ലസ് 10 j cap. ഇവിടെ പ്ലെയിൻ മിററിന്റെ ചെറിയൊരു പ്രോപ്പർട്ടി അറിയണം. അങ്ങോട്ട് ഒരാൾ ചെന്നാൽ പ്ലെയിൻ മിറർ ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുക അല്ലേ, ഇമേജ് ഇങ്ങോട്ടേക്ക് വരിക ചെയ്യുക. ഒബ്ജക്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇമേജ് ഇങ്ങോട്ട് വരും, കാരണം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും ഈക്വൽ ആവണം. ഇപ്പൊ ഇത് 5 ആയിരുന്നെങ്കിൽ ഇമേജ് ഇവിടെ 5 ഉണ്ടാവുക. അപ്പൊ ഇയാൾ കുറച്ച് അങ്ങോട്ട് 3 പോയാൽ പിന്നെ ഇത് 2 ഉള്ളൂ, അപ്പൊ അയാളും ഇങ്ങോട്ട് 3 പോരും, അപ്പൊ ഇത് 2 ആവും. റെഡി അല്ലേ? ഭയങ്കര സിമ്പിൾ ആണ് കാര്യം. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കമ്പോണൈസ് ചെയ്യാം, ദിസ് വൺ ആൻഡ് ദിസ് വൺ. റെഡി? അപ്പം ഇത് 3 ആണ്, 10 i cap. ഓക്കെ, അങ്ങോട്ട് 10 i cap പോവാണ്. ഉറപ്പായും ഇമേജ് ഇങ്ങോട്ട് 10 i cap പോരും.
10 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഒബ്ജക്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഇമേജും ഇങ്ങോട്ട് വരണം. പക്ഷേ ഇവിടെ ഒരു 10 ജെ ക്യാപ്പ് ഉണ്ട്. അത് പ്രശ്നമില്ല, കാരണം അത് പെർപെൻഡിക്കുലർ പ്ലെയിനിന്റെ മിററിന്റെ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള മൂവ്മെന്റാ. മിററിന്റെ പ്ലെയിനിൽ പാരലൽ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മിററിലും അങ്ങനെ തന്നെ കാണുക. മേലോട്ട് പോകുമ്പോൾ മിററിലും മേലോട്ട് പോകുന്ന തന്നെ കാണുക. അപ്പൊ അത് മിററിന്റെ ഇമേജിലും 10 ജെ ക്യാപ്പ് ആയിരിക്കും. അപ്പൊ ഇമേജ് 10 ജെ ക്യാപ്പ് രണ്ടും 10 ജെ ക്യാപ്പ് തന്നെ. പക്ഷെ ഇത് അങ്ങോട്ട് +10 ഐ ക്യാപ്പ് ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് -10 ഐ ക്യാപ്പ് ആയിരിക്കും. മനസ്സിലായോ? ദിസ് ഈസ് -10 ഐ ക്യാപ്പ്. അങ്ങോട്ട് പോകുമ്പോൾ മറ്റേത് ഇങ്ങോട്ടാണ് വരിക. റെഡി അല്ലേ? റെഡി അല്ലേ? അയാൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇയാൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോവുക. ഭയങ്കര സിമ്പിൾ ആണ് കാര്യം. നോക്കാം. നമുക്ക് വേണ്ടത് വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഇമേജ് ആണ്. വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ 10 ഐ ക്യാപ്പ് + 10 ജെ ക്യാപ്പ് ബ്രാക്കറ്റ് ഇട്ട് -10 ഐ ക്യാപ്പ് + 10 ജെ ക്യാപ്പ്. ഓക്കെ, ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ 10 ഐ ക്യാപ്പ് + 10 ജെ ക്യാപ്പ് അവിടെ ഉണ്ട്. മൈനസ് ഉള്ളിൽ കൊടുത്താൽ മൈനസ് +10 ഐ ക്യാപ്പ് വരും. മൈനസ് ഉള്ളിൽ വന്നാൽ -10 ജെ ക്യാപ്പ് വരും. 10 ജെ ക്യാപ്പ് 10 ജെ ക്യാപ്പ് വെട്ടിപ്പോയി 20 ഐ ക്യാപ്പ് ആണ് കിട്ടുക. 20 ഐ ക്യാപ്പ്. അത് കൊള്ളാലോ. അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇമേജ് എന്ന് പറഞ്ഞാൽ 20 ആണ്. മനസ്സിലായോ? വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ റിവിഷൻ ആയിട്ടാണല്ലോ അത് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഇൻ കേസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിറർ ഇമേജ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ഇമേജ് ഈസ് ആസ് ഫാർ ബിഹൈൻഡ് ദ മിറർ ആസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. സാധാരണ കണ്ണാടിന്റെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണോ അതിനെ ആയിരിക്കും ഇമേജ് ഡിസ്റ്റൻസ് അല്ലേ? ഒബ്ജക്റ്റ് എത്ര ഫ്രണ്ടിലാണോ അത്ര ബാക്കിലായിരിക്കും ഇമേജ്. അത് കറക്റ്റ് ആണല്ലോ, റോങ് ഒന്നല്ലല്ലോ. ദ ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് വിർച്വൽ. അതും കറക്റ്റ് ആണല്ലോ, നേരെ തന്നെ അല്ലേ കാണുക. പിന്നെ അതിനെ പോയി പിടിക്കാൻ പറ്റില്ലല്ലോ, അത് സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ അത് വിർച്വൽ തന്നെയാണ്, ഇറക്റ്റും ആണ്. ദ സൈസ് ഓഫ് ദ ഇമേജ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. കറക്റ്റ്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്നെ തന്നെ അല്ലേ കാണുക, എന്റെ അതേ വലുപ്പത്തിൽ തന്നെ അല്ലേ കാണുക. സിൻസ് ദ ഇമേജ് ഫോംഡ് ഈസ് ബിഹൈൻഡ് ദ മിറർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺ ദ സ്ക്രീൻ. ഇവിടെ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റോങ് ആണത് അല്ലേ? ഇറ്റ് ക്യാൻ ബി എന്നാ പറഞ്ഞത്. ആ ഇമേജിനെ സ്ക്രീനിൽ എടുക്കാൻ പറ്റും. ശരിക്കും സ്ക്രീനിൽ എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ക്യാൻ ബി എന്ന് പറഞ്ഞത് പറ്റും എന്നാണ് പറഞ്ഞത്. അത് ഈ 3 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തെറ്റാ. അതുകൊണ്ടാണ് ഇത് തെറ്റായത് കൊടുത്തത്. എന്നാൽ പൊട്ടത്തെറ്റായിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാ കുത്തേണ്ടത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ ശരിയാവും. എപ്പോന്നറിയോ? ആ സ്റ്റേറ്റ്മെന്റ് ഒരു വാലും കൂടി വേണം. എന്താ? ഈ സ്ക്രീൻ ഈസ് എ മിറർ. അതായത് ഇതൊരു പ്ലെയിൻ മിറർ അല്ലേ? ആ പ്ലെയിൻ മിററിന്റെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. അയാളുടെ ഇമേജ് ഇതാ അതിന്റെ ബാക്കിൽ കാണുന്നു. ഓക്കെ സെറ്റാണ്. പക്ഷേ ഈ ആള് വിർച്വൽ അല്ലേ? അതെ, വിർച്വൽ ഇമേജ് ആണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ വിർച്വൽ ഇമേജിനെ ഇവിടെ ഒരു വേറെ മിറർ വെച്ചാൽ ആ മിററിൽ ഇവനെ കാണാൻ പറ്റും. യെസ് ഓർ നോ? അപ്പം ഈ ഇമേജിനെ ഈന്റെ അകത്ത് കാണാൻ പറ്റും. ഈ സ്ക്രീൻ ഈസ് എ മിറർ. നമ്മൾ പറയുന്ന സോ കോൾഡ് സ്ക്രീൻ ആരാ? ഒരു തടിക്കഷ്ണം, അതിന് പേപ്പർ ഒട്ടിക്കുക, അതാണ് നമ്മുടെ സ്ക്രീന്. ആ സ്ക്രീനിൽ കാണാൻ പറ്റില്ല, ആ സ്ക്രീനിൽ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പം ഇവിടെ സ്ക്രീൻ എന്ന് പറഞ്ഞ് നിർത്തിയോണ്ട് ഓക്കെ, ആ ടിപ്പിക്കൽ സ്ക്രീൻ, ആ സ്ക്രീനിൽ അയാളെ പിന്നെ നമുക്ക് ക്യാൻ ബി ടേക്കൺ എന്നാ പറഞ്ഞത്. നോർമലി ഒരു സ്ക്രീൻ എന്ന് പറയുമ്പോൾ കനോട്ട് ബി ടേക്കൺ. ഈ സ്ക്രീൻ ആസ് എ മിറർ ഇറ്റ് ക്യാൻ ബി ടേക്കൺ എന്ന് പറഞ്ഞാൽ അത് ശരിയാവും. പക്ഷെ ഈ 3 പെർഫെക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ റോങ് ആൻസർ. ഐ മീൻ ഓപ്ഷൻ ഡി ഈസ് റോങ്. സോ അതാണ് ഈ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് അല്ലേ? അടുത്തത്, എ റേ ഓഫ് ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി. ഒരു റേ 15 ഡിഗ്രിയിലാണ് റിഫ്ലക്ട് ചെയ്തത്. അപ്പൊ ഇൻസിഡന്റ് ആംഗിളും എത്രയായിരിക്കും? 15 ആയിരിക്കും. അയ്യേ അല്ലേ, ലൊട്ട ക്വസ്റ്റ്യൻ. എന്താ 15ലാണ് തിരിച്ചു പോയത്? അപ്പൊ വന്നതും 15ലായിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡബിൾ ആക്കി. അപ്പൊ എത്രയാക്കി? 30 ആക്കിയിട്ടുണ്ടാവും. ഇയാളിലേക്ക് ഇത് നോർമൽ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഇയാള് വരുന്നത് 30 ആക്കിയിട്ടുണ്ട്. അപ്പൊ പോണത് 30 ആവും. എന്താ സംശയം? ദെൻ ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വുഡ് ബി, അതും 30. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇൻസിഡന്റ് റിഫ്ലക്റ്റഡ് 15 ആണെങ്കിൽ ഇൻസിഡന്റ് 15, ആ 15 ഡബിൾ ആക്കിയാൽ റിഫ്ലക്റ്റഡും ഡബിൾ ആവും. അടുത്തത്, 2 പ്ലെയിൻ മിറർ ആർ കെപ്റ്റ് ഇൻക്ലൈൻ ടു ഈച്ച് അതർ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. 60 ഡിഗ്രിയിലാണ് 2 പ്ലെയിൻ മിററിനെ ഇൻക്ലൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ്.
ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് വെച്ചു. ആ ഒബ്ജക്റ്റിന്റെ എത്ര ഇമേജ് ഉണ്ടാവും? ഇതിന്റെ തിയറി അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. തിയറി വീഡിയോ ചെയ്യാം റയോപ്റ്റിക്സിന്റെ. ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ തിയറിക്കൊക്കെ ശേഷം ഒരു വീട്ടിൽ പോയി എന്നെ അവർക്ക് ഒന്നുകൂടി കാണാൻ ആഗ്രഹമാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ നോക്കൂ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ 360/θ ചെയ്യുക അല്ലെ. 360/θ ചെയ്യുക. ആ കിട്ടുന്നത് ഈവൻ ആണെങ്കിൽ അതിന് n-1 ഇമേജസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓടാണെങ്കിൽ സിമെട്രി അസിമെട്രി ഒക്കെ നോക്കണം. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. 360/θ 360/60 വെട്ടിപ്പോയ 6 കിട്ടും. അപ്പൊ ഈവൻ ആണ്. അപ്പം 6-1 ഇമേജസ് ആണ് ഉണ്ടാവുക. അതായത് 5 ഇമേജസ് ആണ് ഉണ്ടാകുക. റെഡി അല്ലേ? 5 ഇമേജ് ആണ് ഫോം ചെയ്യുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഓടാണ് കിട്ടുന്നതെങ്കിൽ ഓഡിൽ 2 സാധ്യത ഉണ്ട്. സിമെട്രിക് ആയിട്ടാ വെച്ചതെങ്കിൽ n-1 തന്നെയാണ് ആൻസർ. അസിമെട്രിക് ആയിട്ടാണ് വെച്ചതെങ്കിൽ കിട്ടിയ n തന്നെയാണ് ആൻസർ വരിക. അപ്പൊ ഇവിടെ ഈവൻ ആയതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഈവൻ ആണെങ്കിൽ നേരെ അതിനൊന്ന് കുറച്ച് അത്രയും നമ്പർ ഓഫ് ഇമേജ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി. സോ 5 നമ്പർ ഓഫ് ഇമേജ് ആണ് ഉണ്ടാവുക. കാരണം n 6 ആ കിട്ടിയത്. അതോ ഈവൻ ആണ്, അതിനൊന്ന് കുറച്ചിട്ട് പറഞ്ഞു. സിമ്പിൾ. ക്ലിയർ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 2 പ്ലെയിൻ മിറർ ആർ പാരലൽ ടു ഈച്ച് അതർ, രണ്ടാള് പാരലൽ ആണ്. ദ ഒബ്ജക്ട് ലൈങ് ബിറ്റ്വീൻ ദം വിൽ ഹാവ് നമ്പർ ഓഫ് ഇമേജസ് ഈസ് ഗിവൺ ബൈ. ഇൻഫിനിറ്റി ഇമേജസ് ഉണ്ടാവും. എന്താ സംശയം? ഇൻഫൈനൈറ്റ് ഇമേജസ് ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരാളുണ്ട്, ഇതിന്റെ ഇടയിൽ ഒരാളുണ്ട്, രണ്ടാളുണ്ട്, 2 മിറർ ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരാളുണ്ട്. അപ്പൊ ഇവനെ ഇവിടെ കാണും, ഇവനെ ഇവിടെ കാണും, പിന്നെ ഇവനെ ഇതിൽ ഇവിടെ കാണും, ഇവനെ ഇതിൽ ഇവിടെ കാണും. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജ് അവിടെ ഫോം ചെയ്യും. പാരലൽ മിറർ കോൺസെപ്റ്റ് അല്ലേ? കൺഫ്യൂഷൻ ഇല്ല. മറ്റൊന്ന്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് എ റേ ഫാളിംഗ് ഓൺ എ പ്ലെയിൻ മിറർ ഈസ് 45 ഡിഗ്രി. അപ്പൊ വന്നത് 45-ലാണ്. ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലെയിൻ മിറർ നമ്മൾ പഠിച്ചതാണ്. എന്താ ഡീവിയേഷൻ എന്ന് പറഞ്ഞാല്? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വന്നതും പോയതും തമ്മിലുള്ള ആംഗിൾ അല്ല, വന്നതും പോകേണ്ടതും. ഇങ്ങനെയായിരുന്നു ഇവൻ പോകേണ്ടത്. ഇവിടെ ഈ മിറർ ഉള്ളത് കൊണ്ടാണ് ഇവൻ ഇവിടെ തട്ടി തെറിച്ചു പോയത്. മിററിന്റെ ബാക്കിൽ സിൽവർ കോട്ട് ചെയ്തത് കൊണ്ടാണ്, സിൽവർ ഫുള്ളി റിഫ്ലക്ട് ചെയ്തത് കൊണ്ടാണ്. റെഡി അല്ലേ? അപ്പൊ വന്നത് 45-ലാണെങ്കിൽ പോണത് 45-ലായിരിക്കുമല്ലോ. റെഡി? നമുക്കറിയാം ഡീവിയേഷൻ കാണാൻ ഇക്വേഷൻ്റെ ഒക്കെ ഉണ്ട്. 180 - 2i ആണ് അല്ലേ? കാരണം ഈ പോണതും പോകേണ്ടതും തമ്മിലുള്ള ആംഗിൾ അതാണ് ഡീവിയേഷൻ. കാരണം മൊത്തം 180 ഇങ്ങനെ ലൈൻ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് ഈ 90 കുറച്ചാലാണ് ഇത് കിട്ടുക. 180 - 2i പറഞ്ഞാൽ ഇവിടെ 90 ഇവിടെ i 45 180 - 90. അപ്പൊ 90 ഡിഗ്രിയാണ് കിട്ടുക. ദ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലെയിൻ മിറർ. എന്താ ഡീവിയേഷന്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. 180 - 2i. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. A plane mirror reflecting a ray of incident light is rotated through an angle theta about an axis through the point of incidence in the plane of the mirror and perpendicular to the plane. Then the reflected ray എന്നാണ് ചോദ്യം. എന്താ? ഒരു പ്ലെയിൻ മിറർ ഉണ്ട്, റിഫ്ലക്റ്റിംഗ് എ റേ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഒരു റേ ഓഫ് ഇൻസിഡന്റ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് മിറർ. ഇതാ തിരിച്ചു വിട്ടു. ആ മിറർ പിടിച്ചിട്ട് ഇവര് തീറ്റ ഡിഗ്രിയിൽ തിരിച്ചു. ഏത് രൂപത്തിലാണ് തിരിച്ചത്? തീറ്റ ഡിഗ്രിയിൽ എങ്ങനെയാ തിരിച്ചത്? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതായത് ഇപ്പൊ ശ്രദ്ധിക്കുക, എൻ്റെ കൈ നോക്ക്, എൻ്റെ കൈ കണ്ടില്ലേ? ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അവിടെ തന്നെ ഇങ്ങനെ തീറ്റ തിരിച്ചതല്ല, ഇങ്ങനെ തിരിച്ചല്ല, അവര് ഇങ്ങനെ തീറ്റ തിരിച്ചു. മനസ്സിലായോ? ഇങ്ങനെ തിരിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വന്നാലും അതേ ആംഗിൾ തന്നെ തിരിച്ചു പോവാ. ഇയാളെ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് തിരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു. ഓക്കെ അല്ലേ? ഇങ്ങനെ തിരിച്ചു. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മിറർ തീറ്റ തിരിച്ചാല് 2θ തിരിയും റിഫ്ലക്റ്റഡ് റേ. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്നുകൂടി പ്രൂവ് ചെയ്യാം. എല്ലാവരും ഒന്ന് കാണുക. മിറർ തീറ്റ തിരിച്ചാൽ, ഇതാണ് മിറർ, ഫസ്റ്റ് ഉണ്ടായിരുന്ന മിറർ. ഓക്കെ, ആ മിററിലേക്ക് വന്നിരുന്ന, ഇത് നോർമൽ, ആ മിററിലേക്ക് വന്നിരുന്ന ലൈറ്റ് റേ, ഓക്കെ, ഇങ്ങനെ പോയിരുന്ന ലൈറ്റ് റേ. റെഡി അല്ല? അല്ലെങ്കിൽ ഇത് മനസ്സിലാകാൻ വേറൊരു പരിപാടി ഉണ്ട്, ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ഇതാ നോർമലിലൂടെ ഒരു റേ വന്നിരുന്നേ, അപ്പോൾ അയാൾ അതിലൂടെ തന്നെ തിരിച്ചു വരും.
അങ്ങനല്ലേ? നോർമലിലൂടെ റേ വന്നാൽ അയാൾ ആയിക്കൂടെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തിരിച്ചത്. ഇതാ പുതിയ മിററിന്റെ പൊസിഷൻ നോക്ക്, ഇങ്ങനെയാണ്. അപ്പോ അതിന്റെ നോർമൽ ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ നോർമൽ. ഇപ്പൊ ഞാൻ ഈ വരച്ചതാണ് അതിന്റെ നോർമൽ. അപ്പൊ ഇൻസിഡന്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. അപ്പൊ ഇത് തീറ്റയാണെങ്കിൽ, കാരണം ഇവിടെ നിന്നിരുന്ന ആള് ഇങ്ങനെ പോയല്ലോ, അപ്പൊ ഈ നോർമൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. എത്രയാണോ ഇവിടെ സംഭവിച്ചത് അത് തീറ്റയാണ്. അപ്പൊ ഇതന്നെയാണ് ഇവിടെ ഉണ്ടായ തീറ്റ. ഇപ്പൊ നോക്ക്, ഇൻസിഡന്റ് ആള് നോർമലുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ റിഫ്ലക്റ്റഡ് ആള് തീറ്റയിൽ തിരിച്ചു പോകും. ഇൻസിഡന്റ് ആംഗിൾ തീറ്റയാണെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിളും തീറ്റയായിരിക്കും. അപ്പൊ നേരത്തെ റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ തന്നെയാ വരുന്നത്. അയാൾ ഇപ്പൊ ഇങ്ങനെയാ പോകുന്നത് കണ്ടോ. അപ്പൊ 2θ അവർ തിരിഞ്ഞത്. ക്ലിയർ അല്ലേ? റൊട്ടേറ്റ്സ് ത്രൂ ആൻ ആംഗിൾ 2θ. ആര്? റിഫ്ലക്റ്റഡ് റേ. ഞാൻ മനസ്സിലാവാൻ വേണ്ടി ആദ്യം എടുത്തൊരു തട്ടിപ്പ് എന്താ, മറ്റേത് കുറെ ചെയ്ത് മരിക്കും, ഞാനത് തട്ടിപ്പ് എടുത്തത്. തട്ടിപ്പ് സിമ്പിൾ ആണ്. നോർമലിലൂടെ വന്ന ആള് നോർമലിലൂടെ തന്നെ പോവായിരുന്നു. അപ്പം ഈ നോർമൽ അങ്ങ് മാറി തിരിച്ചപ്പോ, അപ്പൊ അയാൾ നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ തീറ്റ ഉണ്ടാക്കുന്നു. അപ്പൊ നോർമലുമായിട്ട് റിഫ്ലക്റ്റഡ് റേയും തീറ്റ ഉണ്ടാക്കും. അപ്പൊ നേരത്തെ റിഫ്ലക്റ്റഡ് റേയും ഇപ്പോഴത്തെ റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ എത്രയാ? 2θ. റൊട്ടേറ്റ് ടു ആൻ ആംഗിൾ 2θ. കൊള്ളാലോ അല്ലേ? കൊള്ളാലോ, നല്ല ചോദ്യം അല്ലേ? 2θ. കറക്റ്റ്. അപ്പൊ വന്നിരുന്നവൻ ഇങ്ങനെ പോയിരുന്നു, ഇപ്പൊ അവൻ ഇങ്ങനെയാ പോകുന്നത്. അത് പഠിച്ചു വെച്ചാലും മതി കേട്ടോ. ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്തല്ലേ? റെഡി. അപ്പൊ ഈ ഒരു സെഗ്മെന്റിലെ ഒരു നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റേ ഒപ്റ്റിക്സ് അല്ല ജോമെട്രിക് ഒപ്റ്റിക്സ് ആണെന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് റിഫ്ലക്ഷൻ വരാവുന്ന പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് ബി ദ മിനിമം സൈസ് ടു പ്രൊഡ്യൂസ് ഫുൾ സൈസ് ഓഫ് ഇമേജ് ഓഫ് വാൾ ഓൺ മിറർ എന്നാണ് ചോദ്യം. ഇതാണ് വാള് എച്ച്. അപ്പൊ മിറർ എത്ര ഹൈറ്റ് വേണം എന്നാണ് ചോദിക്കുന്നത്. മിറർ എത്ര ഹൈറ്റ് വേണം? എന്തിന്? ആ വാളിനെ മുഴുവനായിട്ട് ആ മിററിൽ കാണണം. മനസ്സിലായോ? ആ വാളിനെ മുഴുവനായിട്ട് ആ മിററിൽ കാണണം. ചോദ്യത്തിൽ ഈ ലൈനൊന്നും ഇല്ല കേട്ടോ, ഇത് ഞാൻ വരച്ചാണേ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ഇത്ര പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എത്രയാണോ വാളിന്റെ ഹൈറ്റ് അതിന്റെ പകുതി മതി, എത്രയാണോ വാളിന്റെ ഹൈറ്റ് അതിന്റെ 1/3 മതി, എത്രയാണോ വാളിന്റെ ഹൈറ്റ് അതിന്റെ 1/4 മതി, അതല്ല വാളിന്റെ ഹൈറ്റ് എത്രയാണോ അത്ര തന്നെ വേണം. ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താ ചെയ്യുക? ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഒരു ബേസിക്സിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കണേ. ഒന്നുമില്ല, എൻ്റെ അടുത്തൊരു വാളുണ്ട്. ആ വാളിന്റെ അതേ ഹൈറ്റിലാണ് ഞാനും ഉള്ളത് വിചാരിച്ചോ. ഇത് ഞാൻ തന്നെയാണ്, വാളും ഞാനും ഒരേ ഹൈറ്റ് ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ മിറർ. ഈ മിറർ മുഴുവൻ വേണ്ട, എനിക്ക് എന്നെ ഫുള്ളായിട്ട് കാണാൻ. എൻ്റെ ഹൈറ്റും വാളിന്റെ ഹൈറ്റും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാ എൻ്റെ കണ്ണ്, ഇതാണ് എൻ്റെ മിറർ. ആ മിറർ മുഴുവൻ വേണ്ട. മിറർ മുഴുവൻ വേണമെങ്കിൽ എച്ച് എത്രയാണോ അപ്പൊ എച്ച് തന്നെ വേണ്ടി വരും. പക്ഷെ മുഴുവൻ മിറർ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെ ആവണം. ഈ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ കേട്ടോ. ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇത് കണ്ടിരിക്കണ്ട, അല്ലാത്തവരൊന്ന് ജസ്റ്റ് കണ്ടിരിക്കുക കേട്ടോ. നോക്കൂ, ഇവിടുന്ന് വരുന്നൊരു ലൈറ്റ് റേ കണ്ണിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് വരണം, അല്ലെ കണ്ണിലേക്ക് വരണം, റിഫ്ലക്ട് ചെയ്ത് കണ്ണിലോട്ട് വരണം. അപ്പൊ എനിക്കിതാ ഇയാളെ എവിടെ കാണാനാവും? ഇതിനിങ്ങനെ ബേക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഇയാളെ ഇമേജ് എനിക്ക് കാണാനാവും. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ചോട്ടോ, മനസ്സിലായില്ല പറയല്ലേ, ആയില്ല മനസ്സിലാവാന്. ശ്രദ്ധിച്ചോ, ഇവിടുന്ന് കാലിന്ന് വരുന്നൊരു ലൈറ്റ് റേ തട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വരണം. മനസ്സിലായോ? കാലിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ തട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വരണം. കാലിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ തട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വരണം. ഇതാ ഇങ്ങനെ വന്ന ഒരാൾ ഇങ്ങനെ വരണം. അപ്പൊ നോക്കൂ, ഇത് എവിടുന്നോ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ കണ്ടോ, ഈ ആളെ എനിക്ക് അതേപോലെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ എനിക്ക് അതിന് മിററിന്റെ ഇത്ര ഭാഗം മതി, അല്ലാതെ ഫുൾ മിറർ വേണ്ട. ഈ മിറർ മൊത്തത്തിൽ വേണ്ട. മനസ്സിലായോ? മിററിന്റെ ഈ ഒരു ഭാഗം മതി. കാരണം ഇവിടുന്ന് വരുന്ന ആൾ തട്ടി ഇവിടെ വരും, ഇവിടുന്ന് വരുന്ന ആൾ തട്ടി ഇവിടെ വരും. അത് ഇവിടുന്ന് വരുന്ന പോലെ ഈ എച്ച് ഇവിടെ മുഴുവനായിട്ട് കാണും. മുളാമോ? ക്ലിയർ ആണോ? അപ്പം എന്ത് എളുപ്പത്തിലാ ഈ കാര്യം മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ കാൽക്കുലേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് അലമ്പാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. സിമിലർ ട്രയാങ്കിളിന്റെ ഐഡിയ നമ്മൾ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുക. എന്താ സിമിലർ ട്രയാങ്കിളിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരക്കാം അല്ലെ, മേലെ ഇതിങ്ങനെ ക്ലോസ് ചെയ്തു. അങ്ങനെ താഴെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇതൊക്കെ ഒരു സ്ട്രൈറ്റ് പരിപാടിയാണല്ലോ. ഓക്കെ, പിന്നെ നമുക്കിതാ കണ്ണിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ട്രയാങ്കിൾസ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആ ട്രയാങ്കിൾ മനസ്സിലായെന്ന് പറയണേ. ഇതൊക്കെ ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഇല്ലേ, ഉണ്ട്. ഇപ്പോൾ ഇത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരം ഡി ആണെങ്കിൽ ഇത് ഇമേജ് ഇരിക്കുന്ന ദൂരം ഡി ആയിരിക്കുമല്ലോ.
ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ്. പ്ലെയിൻ മിററിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസും സെയിം അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഡി ആണ്, അപ്പോൾ ഇതും ഡി ആണ്. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം, പിന്നെ ഈ വലിയ ട്രയാങ്കിള്, ഓക്കെ, ഈ ചെറിയ ട്രയാങ്കിള്, അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. വേണേൽ നമുക്ക് പേരൊക്കെ കൊടുക്കാം. ഇത് എ ബി സി കൊടുത്താൽ ഇത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. അപ്പം ഞാനിങ്ങനെ ആ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ ട്രയാങ്കിൾ പറയട്ടെ. ഏതാ? ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് ബി, വലിയ ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എ ഡാഷ് ബി ഡാഷ്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ പേരൊന്നും എഴുതുന്നില്ല. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് എ ഡാഷ് ബി ഡാഷ് ബൈ ഇതാരാ? ഈ ഞങ്ങൾ വേണമെങ്കിൽ എക്സ് എന്ന് വിളിച്ചോ, ഈ എക്സ്. ഈ ഞങ്ങൾ വൈ എന്ന് വിളിച്ചോ. ഒരു കളർ മാറ്റി കൊടുത്താലോ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് പ്ലസ് വൈ. ഈ എക്സും ഈ വൈയും കൂട്ടിയാൽ മിറർ എത്ര വേണമെന്ന് കിട്ടും. ഇതാണ് മിറർ വേണ്ടത്. ഇത്ര മിററേ വേണ്ടൂ. മേലക്കും വേണ്ട, താഴത്തേക്കും വേണ്ട, ഇത്രയും പാർട്ട് മതി. കാരണം ഇവിടുന്ന് വരുന്ന ആൾ ഇവിടെ തട്ടുന്നത്, ഇവിടുന്ന് വരുന്ന ആൾ ഇവിടെ തട്ടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എ ഡാഷ് ബി ഡാഷ് ബൈ എക്സ് എന്താ? ആ രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് സിമിലർ സൈഡാ. ഈ ട്രയാങ്കിളും സിമിലർ അല്ലേ? എന്താ കാരണം? എന്താ സിമിലർ ട്രയാങ്കിൾ പ്രിൻസിപ്പിള്? ഒരു ആംഗിൾ ഇതാ 90. അതേപോലെ ഈ രണ്ടാക്കും കോമൺ ആയിട്ടാണ് ഈ ആംഗിൾ വരുന്നത്. ഇതാ ഈ ആംഗിൾ. അപ്പൊ 90 ഉണ്ട്, ഈ ആംഗിൾ ഉണ്ട്. ആ രണ്ട് ആംഗിൾ സെയിമാ, ഒന്നും നോക്കണ്ട, സിമിലർ ട്രയാങ്കിളാ. എങ്കിൽ പിന്നെ സിമിലർ ട്രയാങ്കിളിന്റെ സിമിലർ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പൊ നോക്ക്, എ ഡാഷ് ബി ഡാഷ് ബൈ എക്സ്, മനസ്സിലായോ? എ ഡാഷ് ബി ഡാഷ് ബൈ എക്സ്. ഈ സൈഡ്, ഇയാളെ ഈ സൈഡ് ആരാ? 2D. ഡിയും 2D. കുഞ്ഞു ആളുടെ ഈ സൈഡ് ആരാ? ഡി. അപ്പൊ ഇയാളെ നമുക്ക് 2D ബൈ ഡി എന്ന് പറയാം. 2D ബൈ ഡി. ഡിയും വെട്ടിപ്പോയി. എ ഡാഷ് ബി ഡാഷ് സീക്വൽ ടു 2x എന്ന് കിട്ടും. അതേപോലെ ഇനി ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണിച്ചേ, നന്നായി ശ്രദ്ധിച്ചതാ. വലിയൊരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ആ ട്രയാങ്കിള് ഈ ആംഗിൾ തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ആ ആംഗിള്. അപ്പൊ വലിയൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഉണ്ട്. ആ രണ്ടിന്റെ ഈ ആംഗിൾ സെയിമാ. പിന്നെ ഇതും 90, ഇതും 90. അപ്പൊ വലിയയിലും ഒരു 90 ഉണ്ട്, ചെറിയയിലും ഒരു 90 ഉണ്ട്. അപ്പൊ സിമിലർ ട്രയാങ്കിൾസാ. സിമിലർ ട്രയാങ്കിളിന്റെ സൈഡുകൾ ആരൊക്കെയാ? ബി ഡാഷ് സി ഡാഷ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സൈഡ്, പിന്നെ ഇതിന്റെ ഈ സൈഡ്. അപ്പൊ സി ഡാഷ് ബി ഡാഷ് സി ഡാഷ് ബൈ വൈ, അത് ഈക്വൽ ടു അയാളുടെ വലിയ സൈഡ് ആരാ? 2D. ഇയാളുടെ ചെറിയ സൈഡ് ആരാ? അതും ഡി. അപ്പൊ ഇപ്പുറത്ത് 2D ബൈ ഡി തന്നെയാണ്. ഡി വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് കിട്ടുക ബി ഡാഷ് സി ഡാഷ് സീക്വൽ ടു 2y എന്ന് കിട്ടും. ബി ഡാഷ് സി ഡാഷ് സീക്വൽ ടു 2y എന്ന് കിട്ടും. നിങ്ങൾ നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. എ ഡാഷ് ബി ഡാഷ് പ്ലസ് ബി ഡാഷ് സി ഡാഷ് അല്ലേ എച്ച്? കാരണം എ ഡാഷ് ബി ഡാഷും ബി ഡാഷ് സി ഡാഷും കൂട്ടിയ എ ബിയും ബി സിയും കൂട്ടുന്നതിന് ഈക്വലാ. അപ്പൊ ഇതന്നെയാണ് ഇത്. അപ്പൊ ഞാൻ ഈ ടേമും ആഡ് ചെയ്യാൻ പോവാണ്. എ ഡാഷ് ബി ഡാഷ് പ്ലസ് ബി ഡാഷ് സി ഡാഷ് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തു, അത് എച്ച് ആണ് കിട്ടി. ഇനി റൈറ്റ് സൈഡ് ആരാ? 2xും 2yയും. 2 പുറത്തെടുത്തോ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പൊ എന്താ എക്സ് പ്ലസ് വൈ കിട്ടുക? എച്ച് ബൈ 2. മനസ്സിലായോ? അതായത് എനിക്ക് എക്സും വൈയും കൂട്ടിയ ഹൈറ്റിന്റെ പകുതി മതി. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റ് സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ഒബ്ജക്റ്റിന്റെ ഹൈറ്റിന്റെ അല്ലെങ്കിൽ ഇമേജിന്റെ ഹൈറ്റിന്റെ പകുതി മതി. എന്താ ചോദ്യം? ഇത് മനസ്സിലായ ആൾക്കാരില്ലേ? അവർക്ക് ഇതേപോലത്തെ വേറെയും സെനാരിയോസ് ഉണ്ട്. അതും കൂടി മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്യണത്. റെഡി ആണോ? നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇയാള് വാളുമ്പോ ഇങ്ങനെ പോയി നിൽക്കാണ്. വാളിന്റെ അതേ ഹൈറ്റ് എനിക്കും. എൻ്റെ കണ്ണാണ് ഇവിടെ ഉള്ളത്, എൻ്റെ തലന്റെ ഇങ്ങനെയാണ് ഞാനുള്ളത്. അപ്പൊ എൻ്റെ കണ്ണ് ഇവിടെ, ഇതാ എൻ്റെ ഉട ഇങ്ങനെ. അപ്പൊ മൊത്തം എൻ്റെ ഹൈറ്റ് വെച്ചാണ്, വാളിന്റെ ഹൈറ്റ് വെച്ചാണ്. അങ്ങനെ വെറുതെ വിചാരിച്ചോ? ഈ ക്വസ്റ്റ്യൻ അങ്ങനല്ല. ഈ ക്വസ്റ്റ്യനിൽ വാൾ അവിടെ ഉണ്ട്, ഞാൻ വേറെ ഉണ്ട്. അപ്പൊ എൻ്റെ കണ്ണിതാ, ഈ തലമ്മ എൻ്റെ കണ്ണുണ്ട്. പിന്നെ തലേന്റെ ഡിഫറൻസ് ഒന്നും എടുക്കണ്ട കേട്ടോ, ഈ തലമ തന്നെ എൻ്റെ കണ്ണ്. അപ്പൊ ഞാൻ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മനസ്സിലായ ലോജിക്ക് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടുന്ന് വരുന്ന ഒരു ലൈറ്റ് റേ തട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വരണം. അതേപോലെ ഇവിടുന്ന് വരുന്ന ഒരു ലൈറ്റ് റേ തട്ടിയിട്ട് എൻ്റെ കണ്ണിൽ വരണം. മനസ്സിലായോ? അപ്പൊ ഈ ഫിഗർ ഇവിടെ വരക്കാൻ പറ്റില്ല. ഈ ഫിഗർ കാരണം അപ്പുറത്തേക്ക് ഇമേജ് കാണിക്കണ്ടേ. ഞാൻ അടുത്തൊരു പേജിലേക്ക് പോവാം. ചോദ്യം സെയിം ചോദ്യമാണ്. ഈ വാളിനെ മുഴുവനായിട്ട് കാണാൻ മിറർ എത്ര വേണം? നേരത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, നേരത്തെ ആൾ ഇവിടെ ആയിരുന്നു, വാൾ ഇവിടെ ആയിരുന്നു.
ഇപ്പൊ ആള് ഡി ഡിസ്റ്റൻസിലാണ് ഉള്ളത് വാളിന്ന്, മിററിന്നും അയാൾ ഡി ഡിസ്റ്റൻസിലാണുള്ളത്, കറക്റ്റ് ഡിയിലാണുള്ളത്. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഇയാൾക്ക് ഇത് ഇവിടുന്നോ വരുന്നതായിട്ട് തോന്നണം. അതേപോലെ ഈ വന്ന് ഈ വരണത്, ഈ വരണത് ഇവിടുന്നോ വരുന്നതായിട്ട് തോന്നണം. ഇതാണ് നമ്മുടെ ആര്? ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഒരു സംശയം വേണ്ട, 2D ആയിരിക്കും അല്ലേ? 2D ആയിരിക്കും. 2D. ഇവിടെ എങ്ങനെ ലൈൻ വരച്ചു ഞാൻ? ഓക്കെ, ഈ കണ്ണിന് നേരെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങള്, ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? കണ്ടു. ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? കണ്ടു. ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ അല്ലേ? ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ അല്ലേ? അത് മനസ്സിലാവാത്തവർ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ കാണുക. ഇനി ഞാൻ നോക്കുമ്പോൾ സിമിലർ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ റേഷ്യോ എടുക്കണം നമുക്ക് അല്ലേ? ഇനി നിങ്ങൾക്ക് ABC എന്ന് വിളിച്ചോ. ഒരു കാര്യം ഉറപ്പാണ്, അതിനെയാണ് ഇവിടുത്തെ എയും ബിയും സിയും. കാരണം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കും ഹൈറ്റ് ഓഫ് ദ ഇമേജ്. റെഡി അല്ലേ? അപ്പോൾ AB + BC പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്, അഥവാ ഇമേജിന്റെ ഹൈറ്റ് ആണ്, H ആണ്. AB + BC അല്ലേ? AB + BC ആരാ? H. നേരത്തെ ഞാൻ അതിന് ഡാഷ് ഒക്കെ കൊടുത്തിരുന്നു, ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതാണ് നമ്മുടെ ആള് സെറ്റ്. ഈ സൈഡ് നോക്ക്, ഈ സൈഡ് ആരാ? AB. ഈ നമ്മൾ നേരത്തെ വിളിച്ച പോലെ X എന്ന് വിളിച്ചോ, ഈ നമ്മൾ നേരത്തെ വിളിച്ച പോലെ Y എന്ന് വിളിച്ചോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, AB / X എന്താ? ഈ സൈഡ് എത്രയാ? ഇത് 2D ആണല്ലോ, കാരണം ഒബ്ജക്റ്റും മിററും തമ്മിൽ 2D ആണെങ്കിൽ ഒബ്ജക്റ്റും ഇമേജും മിററും തമ്മിലും 2D ആയിരിക്കും. അപ്പൊ ഇത് 2D ആണെങ്കിൽ 2D ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് ബൈ ഇത് ചെയ്തു. ഇനി ഇത് വലിയ ആളുടെ ഒരു ബേസാ, ഇത് ചെറിയ ആളുടെ ബേസാ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, AB / X എന്താ? AB / X എന്ന് പറഞ്ഞാല് വലിയ ആളുടെ 3D വരും. 3D കാരണം എന്താ? ഇതന്നെ 2D പിന്നെ ഇതും, അപ്പൊ 3D ഡിവൈഡഡ് ബൈ ചെറിയ ആളത് കുഞ്ഞുടി. ഈ ട്രയാങ്കിളിൻ്റെത് ഇത് വെറും D ആണ്. 3D/D. D വെട്ടിപ്പോയി. എയിലൊക്കെ അത് പോകണമെന്ന് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും. AB = 3x. അതേപോലെ ഈ വലിയ ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ അതിൻ്റെതാണ് BC. ഇത് വൈയും, മറ്റേ ചെറിയ ട്രയാങ്കിളിന് ഇത് വൈയും. അപ്പൊ BC / Y = 3D/D. പഴയ പോലെ തന്നെ DD വെട്ടിപ്പോയി, BC = 3y എന്ന് കിട്ടും. അപ്പൊ AB + BC ആരാ? AB + BC H. H = ഞാൻ രണ്ടും കൂട്ടാണേ, ABയും BCയും കൂട്ടാണേ. പിന്നെ 3x + 3y, അത് 3 പുറത്തെടുത്താൽ 3 × x + y. കൊള്ളാലോ. X + y ആണ് എന്ത്? മിററിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ മിററിന്റെ ലെങ്ത്. മിറർ വേണ്ടത് X + y എന്ന് പറഞ്ഞാൽ ആരാ? X + y ആണ് മിറർ റിക്വയേർഡ്. അപ്പൊ മിറർ റിക്വയേർഡ് ആണ് ചോദിച്ചത്. X + y = h/3. കൊള്ളാലോ. അപ്പൊ ഈ പ്രോസസ് ആണ് മനസ്സിലാക്കേണ്ടത്. വേണമെങ്കിൽ ഇനി കാണാൻ പഠിക്കാം. കറക്റ്റ് മിററിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലും വാളിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലും ആള് നിൽക്കുവാണെങ്കിൽ ഒബ്ജക്റ്റ് ഹൈറ്റിന്റെ പകുതി മതി മിറർ. h/3 മതി. ഇയാൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിലോ, വാളിന്റെ കൂടെ നിന്ന് നോക്കുകയാണെങ്കിലോ, വാളും മിററും തമ്മിൽ ഡിസ്റ്റൻസ് D ആണ്, നോക്കുന്ന ആളും മിററും തമ്മിൽ ഡിസ്റ്റൻസ് D ആണെങ്കിലോ, അപ്പൊ മിറർ h/2 നേരത്തെ പ്രൂവ് ചെയ്തു. നേരത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ ഞാൻ പ്രൂവ് ചെയ്തു h/2. വാളും നിന്ന് നോക്കുമ്പോ h/2. മിററിന്റെയും വാളിന്റെയും നടുക്കുന്ന് നോക്കുമ്പോ h/3. മിറർ h/3 മതി. ഈ h-ന്റെ /3 മതി. X + y ചെയ്തപ്പോ h/3 ആയിട്ടേ. സ്വാഭാവികമായിട്ട് ഡൗട്ട് ഉണ്ടാവും, അങ്ങനെ കറക്റ്റ് പകുതിക്കല്ലെങ്കിലോ നിന്നത്? ഇത് D ആയതുകൊണ്ടല്ലേ ഇത്ര സുഖം. അങ്ങനെ കറക്റ്റ് പകുതിക്കല്ലെങ്കിലോ? അപ്പോഴെന്താ? ഇതേ കാര്യം ആവർത്തിക്കണം. മിനിമം സൈസ് ഓഫ് മിറർ എത്ര മിനിമം സൈസ് വേണം? H വാളാണ്, മിറർ അത്ര തന്നെ വേണോ? വേണ്ട. എത്ര വേണം? ടു ഫുൾ സൈസ് ഓഫ് വാൾ ഓൺ മിറർ. ഫുൾ സൈസ് വാള് മിററിൽ കാണാൻ മിറർ എത്ര വേണം? ഇതാണ് ചോദ്യം. ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ വാളിൽ നിന്നല്ല നോക്കുന്നത്, വാളിനും മിററിനും കറക്റ്റ് നടുക്ക് നിന്നല്ല നോക്കുന്നത്. ഇത് ജനറൽ കേസാ. വാളിൽ നിന്ന് A ഡിസ്റ്റൻസിലും മിററിൽ നിന്ന് B ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇതും കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലാവാത്തവര് ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്ത് കാണണം. ഇത് പഠിച്ചു വെച്ചാൽ എല്ലാ കേസിനും ഉത്തരായി. ഏതാ കേസ്? ഞാൻ ആ ഫിഗർ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ വരച്ച സെയിം ഫിഗർ നമ്മൾ ആവർത്തിക്കാൻ പോകണല്ലേ. ഇവിടുന്ന് വരുന്ന ഒരു ലൈറ്റ് റേ കണ്ണിൽക്ക് വരണം. അപ്പോഴാ എനിക്ക് ഇവിടുന്നോ അത് വരുന്ന പോലെ ഫീൽ ചെയ്ത് അതിൻ്റെ ഒരു എൻ്റെ അവിടുന്ന് കിട്ടും.
ഇവിടുന്ന് വരുന്നൊരു ലൈറ്റ് റേ തട്ടിത്തെറിച്ച് കണ്ണിൽ വരണം. അപ്പോഴാണ് എനിക്ക് ഇത് എവിടുന്നോ വരുന്നതായിട്ട് ഫീൽ ചെയ്ത് അവിടെ എനിക്ക് ഇമേജ് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇമേജ് കിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A+B ആയിരിക്കും, സംശയമില്ല. ഇത് A ഇത് B ആണെങ്കിൽ മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള, മിററും വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് A+B ആ. എങ്കിൽ പിന്നെ ഇമേജും മിററും തമ്മിൽ A+B ആയിരിക്കും. അപ്പോൾ അതിൽ പ്രശ്നമില്ല, A+B ആണ്. നമുക്കിതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനുകൾ വരക്കാം. കാരണം നമ്മുടെ പരിപാടി അങ്ങനെ ആയിരുന്നല്ലോ, ട്രയാങ്കിൾസും ആണല്ലോ നമുക്ക്. ഇതാ ഇവിടുന്ന് ഒറ്റ വരാം. റെഡി? ഇതാണ് നമ്മൾ ആകെ വരക്കുന്ന ആ ട്രയാങ്കിൾ കേട്ടോ. ഇതാണ് നമ്മൾ ആകെ വരക്കുന്ന ആ ട്രയാങ്കിൾ. എല്ലാവർക്കും നോക്കി പറയാം. ഇതിന് നമുക്ക് എ എന്നും, അതേപോലെ ഇത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ബി എന്നും സി എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഇനി നമുക്ക് A' എന്നും B' എന്നും C' ഒക്കെ വിളിക്കാം. ഒരു കാര്യം ഉറപ്പാണ്. എന്താ ഉറപ്പായ കാര്യം? A' പ്ലസ് B' പ്ലസ് B' C' ആണ് H. അഥവാ AB പ്ലസ് BC ആണ് H. ദാറ്റ്സ് ഓൾ. ഇതാ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്ന് പറഞ്ഞ ഏതൊരു ട്രയാങ്കിൾ കണ്ടോ? ആ ട്രയാങ്കിളിന്റെ സിമിലർ ട്രയാങ്കിൾ അല്ലേ ഇയാൾ, അല്ലേ? അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? ആ ട്രയാങ്കിളിന്റെ സിമിലർ ട്രയാങ്കിൾ അല്ലേ ഇയാൾ. സിമിലർ ട്രയാങ്കിൾ എടുക്കണ ഞാൻ പറഞ്ഞു, ഈ ആംഗിൾ രണ്ടാക്കും കോമൺ ആ, പിന്നെ ഈ രണ്ട് ആംഗിൾ 90 ആ, അതുകൊണ്ടാണ് സിമിലർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി A', B' ഡിവൈഡഡ് ബൈ, ഈനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു, ഈനെ നമ്മൾ വൈ എന്ന് വിളിച്ചു. A', B' ബൈ എക്സ് എന്തിന് ഈക്വലാ? ഇതാ ഈ സൈഡ് ബൈ ഈ സൈഡ് ഈക്വൽ ടു, ഈ സൈഡാണ് വലിയ ആളുടെ സൈഡ്, ഇതാണ് ചെറിയ ആളുടെ സൈഡ്. വലിയ ആളുടെ ഈ ബേസ് എത്രയാ? ഇത് ബി, ഇത് A+B. ഇത് സംശയമില്ല, ഇത് A+B ആണ്. അപ്പോൾ ഈ A+Bയും ഈ ബിയും, അപ്പൊ A+2B. A+2B ആണ് വലിയ ആളുടെ ബേസ്. ഇനി ചെറിയ ആളുടെ ബേസ് എത്രയാ? ചെറിയ ആളുടെ ബേസ് ഇതാ, അത് വെറും ബി ആ, അപ്പൊ A+B ബൈ ബി. ഇനി ഇതേപോലെ B' ബൈ വൈ എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഇത്. കാരണം ഈ വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്, ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്. B' ബൈ വൈ. ഇനി ഈ വലിയ ട്രയാങ്കിളിന്റെ ബേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ A+2B ആണ്. A+2B ബൈ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ബേസ് B ആണ്, B. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്ന് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കിതൊന്ന് ചെറുതാക്കാം. കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് ഇതിൽ. നേരത്തെ പോലെ ആ 2ഉം 2ഉം വെട്ടി പോവൊന്നും ചെയ്യില്ല. അങ്ങനെ ഇവിടെ 2 ഒന്നും ഇല്ലല്ലോ, വെട്ടി പോവൊന്നും ചെയ്യില്ല. നമുക്ക് ചെയ്ത് നോക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് എനിക്ക് A', B' ഈക്വൽ ടു A+2B ബൈ B ഇൻറ്റു എക്സ് കിട്ടും. അതുപോലെ B' ഈക്വൽ ടു A+2B ബൈ B ഇൻറ്റു വൈ കിട്ടും. കറക്റ്റ്. A', B' പ്ലസ് B' C' ആരാ? H ആ. ഇതും കൂട്ടി H കിട്ടും. അപ്പൊ ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് കൂട്ടി H കിട്ടും. അപ്പൊ H ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് കൂട്ടി, ഇനി റൈറ്റ് സൈഡ് കൂട്ടണേ. റൈറ്റ് സൈഡ് കൂട്ടുമ്പോൾ ആരാ കോമൺ? A+2B ബൈ ബി കോമൺ ആ. കാരണം ഇതിലുണ്ട് A+2B ബൈ ബി, ഇതിലുണ്ട് A+2B ബൈ ബി. അവരെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് അല്ലേ. ഇനി എന്താ ബാക്കി? X+Y ബാക്കിയുണ്ട്. ഓ, X+Y ആണ് എനിക്ക് വേണ്ടത്, അതാണ് എൻ്റെ മിറർ റിക്വയർഡ്. അപ്പൊ എന്താ X+Y അഥവാ മിററിന്റെ റിക്വയർഡ് ലെങ്ത്തിന്റെ ഇക്വേഷൻ എന്താ? HB ബൈ A+2B. അതായത് ഈ ബി ഇങ്ങോട്ട് കയറും, A+2B താഴോട്ട് ഇറങ്ങും. അപ്പൊ H ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ A+2B. കൊള്ളാലോ, H ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ A+2B. ഇതാണ് ആ റിലേഷൻ. ലെങ്ത് ഓഫ് ദ മിറർ റിക്വയർഡ്. ലെങ്ത് ഓഫ് ദ മിറർ റിക്വയർഡ് X+Y ഈക്വൽ ടു HB ഡിവൈഡഡ് ബൈ A+2B. ഇതിൽ നമ്മൾ എല്ലാ കേസും പോകും കേട്ടോ. നമ്മൾ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? വാളിൽ നിന്ന് നോക്കുക. വാളിൽ നിന്ന് നോക്കുമ്പോൾ അയാളുടെ ബി മാത്രമേ ഉള്ളൂ, A 0 ആണ് വാളിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ A വേണ്ട. വാളിൽ നിന്ന് നോക്കുമ്പോൾ A 0 ആണ്, അപ്പൊ A വേണ്ട. അപ്പൊ ബിയും വെട്ടി H/2 കിട്ടും. മനസ്സിലായോ? വാളിൽ നിന്ന് നോക്കുമ്പോൾ മിറർ H/2 മതി. ഇനി കറക്റ്റ് സെന്ററിൽ നിന്ന് നോക്കുമ്പോൾ എയും ബിയും സെയിം ആ. കറക്റ്റ് സെന്ററിൽ നോക്കുമ്പോൾ ബി തന്നെയാണ് A. അപ്പൊ ഇവിടെ B+2B പറയാം. അപ്പൊ 3B വരും. ബിയും വെട്ടി H/3. നമുക്ക് അതൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ചെയ്തതാ. അപ്പൊ വാളിൽ നിന്ന് നോക്കുമ്പോൾ മിറർ H/2 മതി. കറക്റ്റ് വാളിന്റെയും മിററിന്റെയും നടുവെന്ന് നോക്കുമ്പോൾ H/3 മതി. എവിടെങ്കിലും നോക്കുവാണെങ്കിൽ HB ഡിവൈഡഡ് ബൈ A+2B. അപ്പൊ ഇതോടുകൂടി ക്ലാസ് നിങ്ങൾ കേട്ടു, ട്യൂഷനിൽ നിങ്ങൾ ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് സ്കൂളിൽ ക്ലാസ് കേട്ടു, റിപ്പീറ്റർ ക്ലാസ് കേട്ടു.
അതിൻ്റെ ഒരു കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളടക്കം ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നോട്ടൊന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടാവും ആ ടോപ്പിക്കിൽ. സോ കാണാം. താങ്ക് യു.